എറണാകുളം കുറുപ്പുംപടിയിൽ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയ സംഭവത്തിൽ പാറമടകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രദേശത്തെ പാറമടകളിലെ സ്ഫോടക വസ്തുക്കളുടെ കണക്ക് ശേഖരിക്കും. നിയമവിരുദ്ധമായി പാറ പൊട്ടിച്ചു നൽകുന്ന സംഘങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, വിവരങ്ങൾ. റാഫി, നടത്തിയ പരിശോധനയിലാണ് 10,000-ഓളം ജലാറ്റിൻ സ്റ്റിക്കുകൾ എറണാകുളം കുറുപ്പുംപടിയിലെ ഒരു പാറമടയിൽ നിന്ന് കണ്ടെത്തിയത്. വർഷങ്ങളായി ഉപേക്ഷിച്ചിരുന്ന പാറമടയിൽ ചാക്കിൽ കെട്ടി വെള്ളത്തിൽ താഴ്ത്തിയ നിലയിലായിരുന്നു ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കുറുപ്പുംപടി പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ പാറമടകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. കുറുപ്പുംപടി CI കേഴ്സൺ മാർക്കോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാറമടകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഈ പ്രദേശത്തെ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണത്തിൽ കടന്നിരിക്കുന്നത്. 6 മാസം മാത്രം പഴക്കമുള്ള ജലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ പാറമടകളിലും ഒപ്പം തന്നെ നിയമവിരുദ്ധമായി പാറ പൊട്ടിച്ചു നൽകുന്ന ആളുകൾ, ഈ വെടിമരുന്നും മറ്റും കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഇവരുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒപ്പം തന്നെ ഈ കുറുപ്പുംപടി മേഖലയിൽ 3ഓളം പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ അളവിലും അധികം വെടിമരുന്ന് ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നുണ്ട് എന്നതായിരിക്കും, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും ഇപ്പോൾ എത്തിച്ച ജലാറ്റിൻ സ്റ്റിക്കുകൾ എന്നുള്ളതാണ് ഈ പോലീസ് വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. എന്തായാലും ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ അല്ലാതെ കൂടുതൽ എന്തെങ്കിലും വസ്തുക്കൾ, ഈ സ്ഫോടക വസ്തുക്കൾ ഈ പ്രദേശത്തുണ്ടോ എന്നും വിശദമായ അന്വേഷണം, ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്.